പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോഴോ സ്പോട്ടിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത വ്യാജ വാർത്ത, മുഖ്യമന്ത്രി സംഘാടകരോട് വെളിച്ചമില്ലാത്തതിൻ്റെ പേരിൽ തട്ടിക്കയറി ക്ഷുഭിതനായി രോഷം പ്രകടിപ്പിച്ചു തുടങ്ങിയ നട്ടാൽ കുരുക്കാത്ത നുണ വാർത്തയായി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു. ആ വേദിയിൽ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിന് പുറത്തുപോയി അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിച്ചത്. അതിലാണ് മുഖ്യമന്ത്രി സദസ്സിലിരിക്കുന്നവരെ കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് കുറച്ചുകൂടി വെളിച്ചമാകാമെന്നുള്ള ഒരു അഭിപ്രായം പങ്കുവച്ചത്. അതിനെ ഏഷ്യാനെറ്റ് ചിത്രീകരിച്ചത് എങ്ങനെയൊന്നൊന്ന് കണ്ടേ. ടാഗോർ ഹാളിൽ നടന്ന ജിടെക് സ്കിൽ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനൊടുവിൽ മുഖ്യമന്ത്രി വേദിയിലെ വെളിച്ച സംവിധാനത്തെ പരസ്യമായി വിമർശിച്ചു. വെളിച്ചം കൂടിയതിനല്ല, വെളിച്ചം കുറഞ്ഞതിനായിരുന്നു വിമർശനം. പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ കാണുന്ന തരത്തിൽ വെളിച്ചം വേണം. സാധാരണ കലാപരിപാടികൾക്കാണ് ഈ മങ്ങിയ വെളിച്ചം ഏർപ്പെടുത്തുന്നതെന്നാണ് ടാഗോർ വേദിയിൽ സംഘാടകരെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. കേൾക്കാം. ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം. ഹോളിലേക്ക് ലൈറ്റ് ലേശം കൂടിയാകാം. സാധാരണ കലാപരിപാടി നടക്കുമ്പോഴാണ് ഹോളിലെ ലൈറ്റ് ഡിമ്മായിട്ട് നിൽക്കേണ്ടത്. പരിപാടികൾ ഇതുപോലത്തെ നടക്കുമ്പോൾ ഹോളിലുള്ളവരെയും ശരിക്കും കാണേണ്ടതാണ്. അപ്പോ ലൈറ്റ് വല്ലാതെ കുറക്കേണ്ട കാര്യം. കണ്ടല്ലോ, ഒരാളെ ചുറ്റിപ്പറ്റി എത്ര വിദഗ്ധമായിട്ടാണ് വ്യാജ വാർത്ത നിർമ്മിച്ചെടുക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊട്ടേഷൻ പണി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബോധ്യമാകും. ഈ വിഷയമുണ്ടായതിന് പിന്നാലെ അതേ വേദിയിൽ തന്നെ ഏഷ്യാനെറ്റിൻ്റെ വാർത്ത കാണിച്ചുകൊണ്ട് അവിടെ പങ്കെടുത്തവർ ആ പരിപാടിയെ പൊളിച്ചു. കഴിഞ്ഞ ദിവസം അത്തരമൊരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഇത് ലൈവ് പൊളിക്കലാണ്. എന്താണോ അവിടെ നടന്നത് അതിനെ വക്രീകരിച്ച് നേരെ എതിരാക്കിക്കൊണ്ട് വാർത്ത ഉണ്ടാക്കി സംപ്രേഷണം ചെയ്തു. മുഖ്യമന്ത്രിക്കെതിരെ ഒരു ജനരോഷമുണ്ടാകട്ടെ, മുഖ്യമന്ത്രിയെ കുറച്ചു പേർ പുലഭ്യം പറയുന്നെങ്കിൽ പറയട്ടെ, അദ്ദേഹത്തിന് സ്വയം രാജാവ് ചമഞ്ഞ് നടക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വാർത്ത സൃഷ്ടിച്ചവൻ്റെയും ടെലികാസ്റ്റ് ചെയ്തവൻ്റെ ഉദ്ദേശം. മുതലാളി BJP സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഇംപ്രസ് ഉണ്ടാക്കണ്ടേ? അതിനുവേണ്ടി ചെയ്ത നെറുകെട്ട പ്രവർത്തനത്തെ എങ്ങനെയാണ് പരിപാടിയിൽ പങ്കെടുത്തവർ തന്നെ അത് ചൂണ്ടിക്കാട്ടി പൊളിച്ചതെന്ന് കണ്ടേ. ഇന്നത്തെ മീഡിയ, ഏഷ്യാനെറ്റ് എന്നുള്ള മീഡിയ ഇന്ന് ഇവിടെ വന്ന് നൂറോളം വിദ്യാർത്ഥികൾ അവിടെ നമ്മുടെ കാര്യങ്ങൾ, പ്രോഡക്റ്റുകൾ കാണിച്ചു. ഇവിടെ വളരെ മനോഹരമായ ചർച്ചകൾ നടന്നു. മുഖ്യമന്ത്രി വന്ന് നമ്മളോടെല്ലാം വളരെ സന്തോഷത്തോടുകൂടി തിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, കുറച്ചുകൂടി വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞു. ഒരേ ഒരു വാർത്തയാണ് ഇന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പബ്ലിക്കിൽ പോയിട്ടുള്ളത്. ഇന്നത്തെ ഇവന്റിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്തായിരിക്കുന്നേ, നാട്ടുകാരുടെ മനസ്സിൽ എന്താ പെയിന്റ് ചെയ്യുന്നേ നോക്കിയേ. അതിനകത്ത് ആ കാണുന്ന മുഖ്യമന്ത്രിയുടെ മുഖം ഒന്ന് നോക്കിയേ, ഒന്ന് നോക്കി. ഈ ഫോട്ടോ ഇവർ എവിടെ നിന്ന് എടുത്ത് വെച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പഴയതുപോലെ വാർത്താ തെമ്മാടിത്തം കാണിക്കാമെന്ന് ഇനി കരുതരുത്. അത് നാട്ടുകാർ തന്നെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. എനിക്കൊരു വാർത്താ കച്ചവട സ്ഥാപനത്തിൽ ജോലിയുണ്ട്. അവിടെ കുറച്ച് പേർക്കെതിരെ കൊട്ടേഷൻ തന്നിട്ടുണ്ട്. എന്ത് തരം വ്യാജ വാർത്തകൾ അവരെ കേന്ദ്രീകരിച്ച് സൃഷ്ടിക്കണം, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ തന്ന് ചാവേറാക്കി എന്നെ അങ്ങോട്ടേക്ക് വിടുകയാണ്. അവിടെ പോയി എൻ്റെ പണി മാധ്യമപ്രവർത്തനം എന്ന പേരിൽ നടത്തുന്നത് ഇമാതിരി തോന്നിവാസമാണ്. ആ തോന്നിവാസ റിപ്പോർട്ടിംഗ് അവിടെ ഉള്ളവർക്ക് കേട്ടപ്പോൾ തന്നെ വല്ലാത്ത വൈഷമ്യമുണ്ടായി. കാര്യം, ഒരു വ്യക്തി എന്താണോ അവിടെ പറഞ്ഞത്, എന്താണോ പ്രവർത്തിച്ചത്, അതിനെ നേരെ വളച്ചൊടിച്ച് വ്യക്തിയുടെ ഫോട്ടോ പോലും മാറ്റിവെച്ച് ആൾക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പരിശ്രമിച്ചതിനെയാണ് ഇങ്ങനെ പൊളിച്ചടുക്കി കൊടുത്തത്. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേരളത്തിൽ മാധ്യമധർമ്മം എന്ന കപടതയ്ക്കുള്ളിൽ ഇരുന്ന് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനവും നെറുകേടും എത്രമാത്രം തീവ്രമാണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. അവർ അത് തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ സമൂഹം അതും തെറ്റിദ്ധരിച്ചേനെ. ഇമാതിരി എത്ര സംഭവവികാസങ്ങൾ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുകൊണ്ടും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന സ്വാധീനവും തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ഇവിടെ ഒരു കൂട്ടുകച്ചവടം അരങ്ങേറുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് ചെയ്തെടുത്ത് വെച്ച് അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പൊളിച്ചു കൊടുത്തതും. അതിലൂടെ ആരുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നതെന്ന് പറയേണ്ടതില്ലല്ലോ. ഏഷ്യാനെറ്റ് പോലൊരു സ്ഥാപനം തുറന്നു വെച്ച് ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് നാട്ടുകാർ തിരിച്ചറിയണം.